ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ICD സൂപ്പർവൈസർ എക്സാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ ആണ് കൊടുത്തേക്കുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, ഈ 3 മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാം. എല്ലാവരും ഓഗസ്റ്റിലാണ് എക്സാം എന്ന രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒട്ടും മടി കാണിക്കാതെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വേണ്ടോളം സമയം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനുണ്ട്. അപ്പം നമുക്കിന്ന് ടോപ്പിക്കിലോട്ട് കിടക്കാം. Women and Child Development Kerala. The Women and Child Development Department Kerala functions for ensuring the holistic, physical, psychological, cognitive and emotional development of women and children and a gender-sensitive family, community, program and policy for the development and protection of women and children. നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണല്ലേ. ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് വനിതാ ശിശു വികസന വകുപ്പിലൂടെ ലഭിക്കുന്നത്. മെയിൻലി ആയിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസുകളൊക്കെ തടയുക, അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രനിൽ ഫോക്കസ് ചെയ്യുക. ഇമോഷണൽ മാത്രമല്ല, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളും ഫോക്കസ് ചെയ്യുക. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ. ജെൻഡർ സെൻസിറ്റീവ് ഫാമിലി, കമ്മ്യൂണിറ്റി, പ്രോഗ്രാം ആൻഡ് പോളിസി ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. മെയിനായിട്ട് എന്താണ്? പ്രോഗ്രാംസ് ആൻഡ് പോളിസി ഇൻ്റർവെൻഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വനിതാ ശിശു വികസന വകുപ്പാണല്ലേ. അപ്പോൾ വനിതകൾക്കും ശിശുക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ വികസനത്തിനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണിത്. എന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ. 2017, കൃത്യമായി പറഞ്ഞാൽ നവംബർ 24, 2017 ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈഫർക്കേറ്റ് ചെയ്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേറെ സബ് ഡിവിഷനായിട്ട് വന്നിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് വന്നിട്ടുള്ളത്. എംപവറിംഗ് വിമൺ ഇൻ ദ സൊസൈറ്റി. Women's well-being depends on their empowerment, social, cultural, political and economical. Government of Kerala has adopted various strategies to enhance the status of women and empower them to address the negative social and economic impacts. അപ്പോൾ എന്താണ് ഇത്? സിമ്പിളായിട്ട് പറയുന്നത് എന്താണ്? വിമൺ എംപവർമെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, വിമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത് അത് ഗ്രാജുവലി ലീഡ് ചെയ്യുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് സൊസൈറ്റിയിലാണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വിമൻ്റെ എംപവർമെൻ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് സൊസൈറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കവർ വെൽഫെയർ ആൻഡ് സപ്പോർട്ട് സർവീസസ്, ട്രെയിനിങ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ജനറേഷൻ, അവയർനെസ് ജനറേഷൻ ആൻഡ് ജെൻഡർ സെൻസിറ്റൈസേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പോയിന്റ് പോലെ നിങ്ങൾ നോക്കുക. ഇൻ കേസ് നമുക്കെങ്ങാനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ. ആ ഒരു രീതിക്കും കൂടി പഠിപ്പിച്ച് പോകുന്നത്. അപ്പോൾ വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അതെന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്? വെൽഫെയർ ആൻഡ് സപ്പോർട്ട് സർവീസുകൾ. ഒരുപാട് വെൽഫെയർ സ്കീമുകൾ വരുന്നുണ്ടല്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടും സപ്പോർട്ട് സർവീസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കുക. വെൽഫെയർ ആൻഡ് സപ്പോർട്ട് സർവീസുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഇൻകം ജനറേഷൻ. അപ്പോൾ പല രീതിയിൽ സ്ത്രീകളെ പല സ്കീം വഴികളൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവരെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലോട്ടൊക്കെ നയിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒരു ക്ലാസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബൾക്കായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വീഡിയോകളാക്കി പഠിക്കാം അതിനെ. അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിക്കുക. എന്താണ്? എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ ഇൻകം ജനറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓക്കെ, അവയർനെസ് ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവയർനെസ് ജനറേഷൻ നൽകുന്നുണ്ട്. ജെൻഡർ സെൻസിറ്റൈസേഷൻ,
അതായത് പല പല ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസുകളും ഒക്കെ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ജെൻഡർ ബേസ്ഡ് വയലൻസുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുക, ഒരു പരിധിവരെ കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതരത്തിലുള്ള സ്കീമുകൾ കൊണ്ടുവരുന്നത്. All these efforts are directed to ensure that women are empowered both economically, socially, and thus became equal partners in the development of the state along with men. അപ്പം എന്താണ് ഇവിടെ വിമൺ എംപവർമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഈക്വൽ ആയിട്ടുള്ള കാര്യമാണല്ലേ അവിടെ എംപവർമെൻറ്റിൽ വരുന്നത്. വിമൺ എന്ന് പറയുന്നത് എക്കണോമിക്കലിയും സോഷ്യലിയും ഒക്കെ എന്ത് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലാണ് വിമൺ എംപവർമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ് പോളിസി, ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് എ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൺ എംപവർമെൻറ്റ് പോളിസി. എന്നാണെന്നൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. 16 ഏപ്രിൽ 2015 സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് അപ്രൂവ് ചെയ്തത്? ഒരു ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൺ എംപവർമെൻറ്റ് പോളിസി അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. എന്താണ് അപ്രൂവ് ചെയ്തത്? ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൺ എംപവർമെൻറ്റ് പോളിസി എന്നാണ്. ഡേറ്റും കൂടെ നോക്കൂ, 16 ഏപ്രിൽ 2015 അപ്രൂവ് ചെയ്തത്. This policy aims to lay a basis for the harmonious coexistence of both sexes. നമ്മൾ പറഞ്ഞു അല്ലേ, ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ് എന്നാണ് ആ പോളിസിയുടെ പേര് തന്നെ. അപ്പോൾ അതിലെന്താണ് വരേണ്ടത്? ജെൻഡർ ഇക്വാളിറ്റി തന്നെയാണ് വരേണ്ടത് അല്ലേ, ജെൻഡർ ഇക്വാളിറ്റി ആണ് വരേണ്ടത്. അപ്പം ഹാർമോണിയസ് ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ് ആണ് രണ്ട് സെക്സുകളുടെയും അല്ലേ. It aims to do so within a framework of mutual respect for the equal access of women and men to economic, social and political opportunities, resources and benefits, and for a society where both women and men can participate in and benefit as equal partners in the development process of their communities, the state and the country. ഒന്നുമില്ല, കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ആക്സസ് രണ്ടു പേർക്കും വേണം. ആർക്കാണ്? വിമണിനും മെന്നിനും. എന്തിനൊക്കെ? എക്കണോമിക്കലി ആയാലും സോഷ്യലി ആയാലും പൊളിറ്റിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ റിസോഴ്സുകളുടെ ഷെയറിങ് ആയാലും ബെനിഫിറ്റ്സ് ആയാലും എല്ലാം തന്നെ എങ്ങനെയായിരിക്കണം? ഒരു ഈക്വൽ ആക്സസ് ആയിരിക്കണം വിമണിനും മെന്നിനും കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഒരു സൊസൈറ്റിയിൽ വിമണും മെന്നും എന്താണ്? ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈക്വലി ബെനിഫിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരണം. അതിനു വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്താണ് പോളിസി? ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ് പോളിസി. ഓക്കെ, ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ് പോളിസി. ഡേറ്റ് മറക്കരുത്, 16 ഏപ്രിൽ 2015 വന്നിട്ടുള്ളത്. അടുത്തത് സ്കീമാണ് കേട്ടോ, ആശ്വാസനിധി എന്ന് പറയുന്ന സ്കീമാണ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇത്രയും പഠിച്ചത് നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്തോളണേ. ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ് പോളിസി, പിന്നെ നമ്മൾ പറഞ്ഞു എംപവറിങ് വിമൺ ഇൻ ദ സൊസൈറ്റി. അതാണ് എന്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്? വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വിമൺ ഡെവലപ്മെൻറ്റും വിമൺ എംപവർമെൻറ്റും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? വിമൺ എംപവർമെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ.